നമസ്കാരം. തമിഴ് സിനിമയിലാണ് സജീവമായിരുന്നതെങ്കിലും മലയാളികൾക്കും സുപരിചിതനായിരുന്നു നടനും സംവിധായകനുമായ ഭാഗ്യരാജ്. മിസ്റ്റർ മരുമകൻ അടക്കമുള്ള മലയാള സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഗ്യരാജിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള വേർപാട് മലയാളികളെയും ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗുരു ഭാരതിരാജിന്റെ മരണത്തിന് ഒരു മാസം തികയും മുൻപാണ് ഭാഗ്യരാജിന്റെയും വേർപാട് എന്നത് ഏറെ ദുഃഖകരമാണ്. 73 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ നടക്കാൻ പോയതായിരുന്നു ഭാഗ്യരാജ്. നെഞ്ചുവേദനയെ തുടർന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് മരണം സ്ഥിരീകരിച്ചത്. മോഹൻലാലിന്റെ ആദ്യ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന സിനിമയിലെ നായിക പൂർണിമയാണ് ഭാഗ്യരാജിന്റെ ഇപ്പോഴത്തെ ഭാര്യ. മകൻ ശാന്തനു ഭാഗ്യരാജ് ആദ്യമായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് മോഹൻലാലിന്റെ ഏഞ്ചൽ ജോൺ എന്ന ചിത്രത്തിലൂടെയാണ് എന്നതും പ്രത്യേകതയുള്ള ഒന്നു തന്നെയാണ്. പൂർണിമ ഭാഗ്യരാജ് എന്നാൽ തമിഴകത്തെ മാതൃക ദമ്പതികളായിരുന്നു. 1984 ആയിരുന്നു ഇരുവരുടെയും വിവാഹം. 42 വർഷം പ്രണയിച്ച് ജീവിച്ച ദമ്പതികൾ. എന്നാൽ പൂർണിമയ്ക്ക് മുൻപേ ഭാഗ്യരാജിന്റെ ജീവിതത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, നടി പ്രവീണ. മലയാളത്തിലും നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ള 70കളുടെ അവസാനത്തിൽ 80കളുടെ തുടക്കത്തിലും നിറഞ്ഞു നിന്ന നായികയായിരുന്നു പ്രവീണ. 1983 മഞ്ഞക്കമ്മലയെ തുടർന്ന് പ്രവീണ മരണപ്പെടുന്നത്. അത് ഭാഗ്യരാജിനെ സംബന്ധിച്ച് വലിയൊരു തളർച്ചയായിരുന്നു. ഒരു സംവിധായകൻ ആകാനുള്ള നെട്ടോട്ടത്തിനിടയിലാണ് പ്രവീണയെ കണ്ടുമുട്ടുന്നത്. അന്ന് പ്രവീണയും നായികയാകാനുള്ള പരിശ്രമത്തിലായിരുന്നു. പ്രവീണയേക്കാൾ കരിയറിന് പ്രാധാന്യം നൽകിക്കൊണ്ടിരുന്ന അവർ രണ്ടുപേരും അന്ന് പിരിയുകയായിരുന്നു. പക്ഷെ കാലം അവരെ വീണ്ടും അടുപ്പിച്ചു. 1981 വിവാഹം. വിവാഹത്തിന് ശേഷവും രണ്ടുപേരും കരിയറിൽ തിരക്കുകളിലായിരുന്നു. മക്കളൊന്നും ആയിരുന്നില്ല. അതിനു മുൻപേ തന്നെ അസുഖം വന്ന് അവള് അങ്ങ് പോയി എന്നാണ് ഭാഗ്യരാജ് ഒരിക്കൽ പറഞ്ഞിരുന്നത്. പ്രവീണയുടെ മരണത്തിന് ശേഷം ജീവിതം തന്നെ കൈവിട്ടു പോകും പോലെ ആയിരുന്നു. കഷ്ടപ്പെട്ട് നേടിയ കരിയറും പോകും എന്ന അവസ്ഥയിലായി. അത് മനസ്സിലാക്കിയ NTRഉം MGRുമാണ് ഉടനെ തന്നെ അടുത്ത വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചത്. ആ സമയത്തായിരുന്നു പൂർണിമയെ കണ്ടുമുട്ടിയിരുന്നത്. രണ്ടാം വിവാഹമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പൂർണിമ ഭാഗ്യരാജിനെ ഇഷ്ടപ്പെട്ടതും വിവാഹം ചെയ്തതും. ഭാര്യ മരിച്ച് 1 വർഷത്തിന് ശേഷം നടി വിവാഹം ചെയ്തു എന്നതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഗോസിപ്പുകളും അക്കാലത്ത് പ്രചരിച്ചിരുന്നു. മാത്രമല്ല പൂർണിമയുടെ ആദ്യ വിവാഹമായിരുന്നു അത്. ഭാഗ്യരാജിനുള്ളിലെ കലാകാരനോട് എന്നും പൂർണിമയ്ക്ക് ഒരു ആരാധനയുണ്ടായിരുന്നു. സിനിമയിൽ സജീവമായ ശേഷമാണ് അടുത്ത് പരിചയപ്പെടുവാൻ പൂർണിമയ്ക്ക് അവസരം ലഭിച്ചത്. ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ചും അന്നുണ്ടായ തെറ്റിദ്ധാരണയെക്കുറിച്ചും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ നല്ല പാതയായി ഞാൻ മാറിയതിനെ കുറിച്ചും ഒരിക്കൽ നടി തന്നെ തുറന്ന് സംസാരിച്ചിരുന്നു. ഭാഗ്യരാജുമായുള്ള വിവാഹം എളുപ്പത്തിൽ സംഭവിച്ച ഒന്നല്ലെന്നും ഒരുപാട് പ്രശ്നങ്ങളെ വിവാഹത്തിൽ എത്തും മുൻപ് തനിക്കും ഭാഗ്യരാജിനും അഭിമുഖീകരിക്കേണ്ടി വന്നതായും നടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഡാർലിംഗ് ഡാർലിംഗ് എന്ന പടത്തിൽ വെച്ചാണ് ആദ്യമായി ഒരുമിച്ച് അവർ ചെയ്യുന്നത്. അതിന് മുൻപ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമ അത്രയും ഇഷ്ടപ്പെട്ടത് കാരണം 2 തവണയൊക്കെ ഞാൻ പോയി കാണുമായിരുന്നു. പിന്നെ ഒരിക്കൽ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. സരിതയുടെ അമ്മ എന്ന മൂവി റിലീസ് ചെയ്ത സമയത്താണ് എനിക്ക് അദ്ദേഹത്തോടുള്ള ആരാധന തുറന്നു പറയാൻ കഴിഞ്ഞത്. ആ സംസാരത്തിൽ ജസ്റ്റ് ഒരു ഓക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അന്ന് പോയി. ഇത്രയും എക്സൈറ്റഡ് ആയി പറഞ്ഞിട്ടും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അദ്ദേഹം പോയപ്പോൾ എന്തൊരു തലക്കനമാണ് ഇയാൾക്ക് എന്ന് ചിന്തിച്ചിരുന്നു. ഒപ്പം അദ്ദേഹത്തിനുണ്ടായിരുന്ന മതിപ്പും പോയിരുന്നു. എന്ത് വേസ്റ്റ് മാനാണ് ഇതെന്ന് മനസ്സിൽ പറഞ്ഞിരുന്നുവെന്നും താരം പറയുകയുണ്ടായി. മഞ്ഞിൽ വിരിഞ്ഞ പൂവിലൊക്കെ അഭിനയിച്ച അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയ നടിയായിരുന്നിട്ടും എന്നെ അദ്ദേഹം ഗൗനിക്കാതെ പോയതിൽ വലിയ ദേഷ്യം എനിക്ക് തോന്നിയിരുന്നു. പിന്നീട് ഡാർലിംഗ് ഡാർലിംഗ് സിനിമയുടെ കഥ കേൾക്കാനായി ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നു. അപ്പോഴാണ് എത്ര വിനയമുള്ളവനും ഇടപെടാൻ എത്ര നല്ല മനുഷ്യനുമാണ് അദ്ദേഹമെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഈ വ്യക്തി തന്നെയായിരുന്നു അതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ പെരുമാറ്റം. അവിടെ വെച്ച് അന്നുണ്ടായ സംഭവം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഉടനെ തന്നെ എന്നോട് ചോദിച്ചത് നിങ്ങൾ എങ്ങനെയാണ് എന്നോട് സംസാരിച്ചത് എന്നതായിരുന്നു. ഇംഗ്ലീഷിലാണ് എന്ന് പറഞ്ഞെടുത്തായിരുന്നു ട്വിസ്റ്റ് നടന്നത്. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലമ്മ എന്നായിരുന്നു അദ്ദേഹം നൽകിയ മറുപടി. ഇത്രയും വിനീതനും സിമ്പിളുമായിട്ടുള്ള ഒരു വ്യക്തിയെ തെറ്റിദ്ധരിച്ചതിൽ അന്ന് എനിക്ക് കുറ്റബോധം തോന്നി. ആ സമയത്ത് ഒരു ചെറിയ ബന്ധം ആയിരുന്നു ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല ആ സമയത്ത് അദ്ദേഹം വിവാഹിതനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുമായി എനിക്ക് നല്ല സൗഹൃദമുണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി. പിന്നെ കുറെ സംഭവങ്ങൾ നടന്നു. അങ്ങനെയാണ് പ്രണയവും വിവാഹവും ഒക്കെ നടക്കുന്നതെന്നും പൂർണിമ പറഞ്ഞിരുന്നു. ഭാഗ്യരാജിനും പൂർണിമയ്ക്കും ശാന്തനു ഭാഗ്യരാജ് ഉൾപ്പെടെ 2 മക്കളാണ് ഉള്ളത്. ഏഞ്ചൽ ജോണി അഭിനയിച്ച ശേഷം ശാന്തനു മലയാളികൾക്കിടയിലും പ്രശസ്തനായി തീർന്നു. വിവാഹശേഷം പൂർണിമ സിനിമകളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു.
നന്ദി.